Good evening, everyone. Warm welcome to all in the gracious name of our Lord and Savior Jesus Christ. Today we have gathered together in God's presence. So let us begin today's program with grateful hearts and an expectation that the Lord will speak to us and bless us. To begin this meeting, I invite Sister Feba to lead us in the opening prayer. Sister Feba. Okay, next we have with us uh, Sister Kaylin, who will lead us in the song. Um, we request Sister Kaylin to lead us with song. Thank you. എന്നെ നടത്തും ആ പൊന്നോ കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നോ കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നു വരെയും അത് കുറഞ്ഞിട്ടില്ല. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നു വരെയും അത് കുറഞ്ഞിട്ടില്ല. എന്താം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. എന്താം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല.
വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഓരോ നാളിലും വാതിലടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഓരോ നാളിലും വാതിലടയുകില്ല. എൻ തല ചായ്പ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. എൻ തല ചായ്പ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. ഹല്ലേലൂയ പാടിടും. അഭുജബലത്താൽ നടത്തിയതാം. ഹല്ലേലൂയ പാടിടും. ഇമ്പസ്വരത്താൽ നയിച്ച വീണാൽ. ഹല്ലേലൂയ പാടിടും. അഭുജബലത്താൽ നടത്തിയതാം. ഹല്ലേലൂയ പാടിടും. ഇമ്പസ്വരത്താൽ നയിച്ച വീണാൽ. Thank you. Thank you, Kellen, for that wonderful song. It was so melodious. Now we have a special program presented by Gotsi. Let us encourage her with our prayers and a warm welcome as she comes forward. Gotsi. Thank you, Sharon. Praise the Lord. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിന് ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മളൊരു സ്പെഷ്യൽ പ്രോഗ്രാമായിട്ട് അല്പസമയം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. 2 ഗെയിംസ് ഇങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത് സ്പോട്ട് ദ ഡിഫറൻസ് എന്നാണ് അതിന് പേരിട്ടേക്കുന്നത്. അതായത് ഒരു വ്യത്യാസം കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും. ഞാൻ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് പറയും. അതായത് നമ്മുടെ തിരുവചനത്തിലെ തന്നെ ചില വാക്യങ്ങൾ പറയും. അതിനകത്ത് ചിലപ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഗെയിം എന്നുള്ളത്. ചിലപ്പം ആ സെൻറ്റൻസ് ഫുള്ളി ട്രൂ ആയിരിക്കും, അല്ലെ പകുതി ശരിയായിരിക്കും, അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടായിരിക്കും. എന്താണ് തെറ്റെന്നുള്ളത് മനസ്സിലാക്കി പറയുക എന്നുള്ളതാണ് ഗെയിം എന്നുള്ളത്. തെറ്റ് മനസ്സിലാക്കുക, അല്ലെ തെറ്റുണ്ടോ ഇല്ലേ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഗെയിം എന്നുള്ളത്. അപ്പം അത് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. So there will be a statement. It can be completely true or partially true or contain several mistakes. So you need to identify if that is true or not, if it is accurate or what is not എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, Noah took 2 of every clean animal and 2 of every unclean animal into the ark. നോഹ ഈ 2 ശുദ്ധിയുള്ള മൃഗങ്ങളെയും ഈ 2 ശുദ്ധിയില്ലാത്ത മൃഗങ്ങളുമായി പെട്ടകത്തിൽ കടന്നു. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? എല്ലാ പ്രിയപ്പെട്ടവരുടെയും പാർട്ടിസിപ്പേഷൻ ഈ സമയത്ത് ചോദിച്ചു കൊള്ളുന്നു. ഒരിക്കൽ കൂടെ വായിക്കാം. Noah took 2 of every clean animal and 2 of every unclean animal into the ark. ഈ 2 ശുദ്ധിയുള്ള മൃഗങ്ങൾ ഈ 2 ശുദ്ധിയില്ലാത്ത മൃഗങ്ങളുമായി നോഹ പെട്ടകത്തിൽ കടന്നു. ശരിയാണോ തെറ്റാണോ? റോങ് എന്നൊരു ആൻസർ, ട്രൂ എന്നൊക്കെ ആൻസർ നമുക്ക് ചാറ്റിൽ വരുന്നുണ്ട്. മൈക്ക് ഓണാക്കി ആർക്കെങ്കിലും ഒക്കെ പറയാവോ? Genesis 7, God commanded Noah to bring both clean and unclean animals. Wrong. നമുക്ക് ഒത്തിരി ആൻസേഴ്സ് കിട്ടുന്നുണ്ട് ചാറ്റില്. താങ്ക് യു.
താങ്ക്സ് വെരി മച്ച്. ഒത്തിരി താങ്ക് യു. ഓക്കെ, നമുക്കിപ്പോൾ നോക്കാവേ ആൻസേഴ്സ് ശരിയാണോ എന്ന്. ചിലവരൊക്കെ ട്രൂ പറയുന്നുണ്ട്, അവർ പറയുന്നുണ്ട് ആൻസർ റോങ് ആണ്. ആക്ച്വലി ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആ. അതിലെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നോവ 7 pairs ഓഫ് ക്ലീൻ ആനിമൽസ്, ആണും പെണ്ണുമായി 7 1 pair ഓഫ് എവറി അൺക്ലീൻ, ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും ഈ 2 ആണും പെണ്ണുമായാണ് നോഹ കടന്നത്. അപ്പം ഞാൻ ആദ്യം വായിച്ച സ്റ്റേറ്റ്മെന്റ് തെറ്റാ. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. Hannah promised that if God gave her a son, she would dedicate him to the temple until he was 12 years old. ഹന്നയ്ക്ക് ഒരു മകൻ ലഭിച്ചാൽ അവനെ 12 വയസ്സ് വരെ ദൈവാലയത്തിൽ സമർപ്പിക്കാമെന്ന് അവൾ നേർച്ച നേർന്നു. ശരിയാണോ തെറ്റാണോ ഈ സെന്റൻസ് എന്നുള്ളത് പറയുക. Hannah promised if she get a son, she would dedicate him to the temple until he was 12 years old. ഓക്കെ, നമുക്ക് ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ട്രൂ എന്ന് പറയുന്നുണ്ട്, റോങ് എന്ന് പറയുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ്. റൈറ്റ് എന്താന്ന് പറയാവോ? അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് ലൈഫ് ലോങ് പ്രോമിസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. 1 ശമൂവേൽ 1:11 പറയുന്നുണ്ട് അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും എന്നുള്ളത്. അപ്പം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് റോങ്. 12 വയസ്സ് വരെ അല്ല, ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. താങ്ക് യു ഫോർ യുവർ ആൻസേഴ്സ്. മൂന്നാമത്തെ നമുക്ക് നോക്കാം. മിര്യം പ്ലേഡ് ദ ഹാർപ്പ് ആഫ്റ്റർ ക്രോസിംഗ് ദ റെഡ് സീ. ചെങ്കടൽ കടന്ന ശേഷം മിര്യാം വീണ വായിച്ചു. ശരിയാണോ തെറ്റാണോ? ഈ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ? അല്ലെ എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാവോ? ചെങ്കടൽ കടന്ന ശേഷം മിര്യാം വീണ വായിച്ചു. മിര്യം പ്ലേഡ് ദ ഹാർപ്പ് ആഫ്റ്റർ ക്രോസിംഗ് ദ റെഡ് സീ. അൺമ്യൂട്ട് ചെയ്ത് പറയാവേ. താങ്ക് യു ഫോർ പാടുള്ളവർക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം. ടൈപ്പ് ചെയ്യാൻ പാടായിട്ടുള്ളവർക്ക് ആൻറ്റി പറഞ്ഞതുപോലെ അൺമ്യൂട്ട് ചെയ്ത് പറയാം, ഒരു കുഴപ്പമില്ല. യു വെൽക്കം. നമുക്ക് ആൻസേഴ്സ് വരുന്നുണ്ടോ ചാറ്റില്? റോങ്. She played the tambourine, not the harp. ഓക്കെ, നമുക്ക് ചെറിൻ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഹാർപ്പ് അല്ല വായിച്ചത്, ടാംബ്രിനാ വായിച്ചതെന്ന്. ഓക്കെ, അപ്പൊ ആൻസർ കറക്റ്റാ പറഞ്ഞേക്കുന്നത്. കയ്യിൽ തപ്പെടുത്തു എന്ന് നമ്മൾ എക്സോഡസ് 15:20 വായിക്കുന്നുണ്ട്. ടാംബറിൻ ആണ് വായിച്ചത്, വീണയല്ല. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് The widow gave 1/10 of everything she owned. വിധവ തന്റെ സമ്പാദ്യത്തിന്റെ 10 ദൈവത്തിന് നൽകി. The widow gave 1/10 of everything she owned. താങ്ക് യു. തെറ്റാന്നൊരു ആന്റി പറഞ്ഞിട്ടുണ്ട്. വിധവ 10 ദൈവത്തിന് നൽകിയത്, അതോ അവർക്കുണ്ടായിരുന്നത് മുഴുവൻ കൊടുത്തു? മുഴുവൻ കൊടുത്തു. താങ്ക് യു ആന്റി. ഓക്കെ, അപ്പൊ നമുക്ക് ആ ആൻസർ എന്ന് പറയുന്നത് വിധവ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും ദൈവത്തിന് നൽകി എന്നുള്ളതാ. ഓക്കെ, നമുക്ക് 5ാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. Paul met Priscilla and Aquila in Ephesus, where they worked as fishermen together. പൗലോസ് എഫെസോസിൽ വെച്ചാണ് പ്രിസ്കില്ലയെയും അക്വിലയെയും കണ്ടത്. അവർ മത്സ്യത്തൊഴിലാളികളായിരുന്നു, അല്ലെങ്കിൽ മീൻപിടുത്തക്കാരായിരുന്നു. തെറ്റല്ലേ? അവരെ നിർമ്മിക്കുന്നവരായിരുന്നു, കൂടാരപ്പണിക്കാരായിരുന്നു. താങ്ക് യു. ഓക്കെ, അപ്പം നമുക്ക് ഒത്തിരി പേര് പറയുന്നുണ്ട് ആൻസർ റോങ്, ഞാൻ വായിച്ചത് റോങ് ആണ്. നമുക്ക് നോക്കാം. അതെ, അവര് കൂടാരപ്പണിക്കാരായിരുന്നു. അതുപോലെ അവര് വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഈ സ്റ്റേറ്റ്മെന്റില്? പൗലോസ് അവരെ കണ്ടത് Paul met them in Corinth. താങ്ക് യു. അതെ, പോൾ അവരെ കൊരിന്തിൽ വെച്ചാണ് മീറ്റ് ചെയ്യുന്നത്, എഫെസോസിൽ വെച്ചല്ല. അവര് കൂടാരപ്പണിക്കാരായിരുന്നു. താങ്ക് യു എവ്രി വൺ. ഓക്കെ, 6ാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി തിരുനിവാസത്തിന്മേൽ തൂക്കുക
എന്ന് ദൈവം അഹരോനോട് കൽപ്പിച്ചു. തെറ്റ് ഓക്കെ, തെറ്റ്. എന്താണ് ശരി എന്നുള്ളത് പറയാൻ പറ്റുമോ പ്ലീസ്? ഒരു പോസ്റ്റയില് ഉയർത്താനാ പറഞ്ഞത്. Okay. From Lord said unto Aaron, make thee a fiery serpent and set it upon the tabernacle. എന്നുള്ളത് തെറ്റാന്നാണ് ആൻറ്റി പറഞ്ഞേക്കുന്നത്. വേറെ ആൻസേഴ്സ് ഉണ്ടോ? ദൈവം അഹരോനോട് കൽപ്പിച്ചു ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി തിരുനിവാസത്തിന്മേൽ തൂക്കുക. മോശയോടാണ് പറഞ്ഞിരുന്ന ഒരാളും. എല്ലാ പ്രിയപ്പെട്ടവരും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ അൺമ്യൂട്ട് ചെയ്ത് പറയണേ. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാതെ ദൈവം അഹരോനോടല്ല കൽപ്പിച്ചത്, മോശയോടാണ് കൽപ്പിച്ചത്. അതെ അതെ, അതുപോലെ കൊടിമരത്തിന്മേൽ തൂക്കാനാണ് കൽപ്പിച്ചത്, പോൾ. ഓക്കെ, 7ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദൈവം ശമൂവേലിനെ 2ാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ ഏലി അത് മനസ്സിലാക്കി യഹോവേ അരുളി ചെയ്യണമേ എന്ന് പറയുവാൻ ഉപദേശിച്ചു. Eli realized the Lord was calling Samuel the 2nd time, so he told Samuel to answer, "Speak, Lord, for your servant is listening." Wrong. Okay, Third time. thank you. Where മൂന്നാം- answers undo? Okay. Yes, it was the മൂന്നാമത്തെ third time. പറയുന്നു. മൂന്നാമത്തെ. ഓക്കെ, അതെ, അത് ശരിയാ, 3ാമത്തെ പ്രാവശ്യം. 1 ശമൂവേൽ 3:8-9 വാക്യങ്ങളിൽ. ഓക്കെ, താങ്ക് യു. 8ാമത്തെ സ്റ്റേറ്റ്മെന്റ്, Balaam saw the angel standing in the road before his donkey did. വഴിയിൽ നിന്ന് ദൂതനെ ബാലാം കഴുതയ്ക്ക് മുൻപേ കണ്ടു. Wrong. Wrong. Very wrong. ഓക്കെ, റോങ് ആന്ന് പറയുന്നുണ്ട്. എന്താണ് ആ സ്റ്റേറ്റ്മെന്റ്, ഏത് ഭാഗത്താ തെറ്റെന്ന് പറയാവോ? കഴുതയെ ആദ്യം കണ്ടത്. ഓക്കെ, ഒരു ആൻറ്റി പറയുന്നുണ്ട് ഡോങ്കി ആദ്യം കണ്ടെന്ന് പറയുന്നുണ്ട്. വേറെ ആൻസേഴ്സ് ഉണ്ടോ? റോങ്. ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന്. അത് നമ്മൾ നമ്പേഴ്സ് ചാപ്റ്റർ 22 വായിക്കുന്നുണ്ട്. ബാലാം അല്ലായിരുന്നു, ദ ഡോങ്കി സോ ദ ഏഞ്ചൽ ഫസ്റ്റ്. താങ്ക്സ് എവ്രി വൺ, താങ്ക്സ് വെരി മച്ച്. അടുത്തതായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു 2 ഗെയിംസ് ഉണ്ടെന്ന്. 2ാമത്തെ ഗെയിം, I will share my screen. എന്റെ സ്ക്രീൻ കാണാവോ? Can anybody see ഇല്ല my? ഇല്ല ഇല്ല ഇല്ല. Oh, sorry. Okay. ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല മോളൂ. ഓക്കെ, ഇപ്പം കാണാൻ പറ്റുന്നുണ്ടോ ആൻറ്റി? ഇല്ല. ഓക്കെ, സാരില്ല, ഞാൻ അല്ലാണ്ടത് റീഡ് ചെയ്യാവേ. ഓക്കെ. ഓക്കെ, അപ്പം നമ്മുടെ സെക്കൻഡ് ഗെയിം എന്ന് പറയുന്നത് വിച്ച് കംസ് ഫസ്റ്റ്, അതായത് ക്രൊണോളജിക്കൽ ഓർഡറിൽ, അതായത് സംഭവം ആദ്യം നടന്നതനുസരിച്ച് അവസാനമായി നടന്നത് വെച്ച് നമ്മൾ പറയുക എന്നുള്ളതാ. അപ്പം ഞാൻ ചിലപ്പം ബൈബിളിലെ ചില വ്യക്തികളുടെ പേര് പറയും, അല്ലെ ചില സംഭവങ്ങൾ പറയുമായിരിക്കും. അത് ആദ്യം നടന്നത് തുടങ്ങി അവസാനം ഏതാ നടന്നതെന്നുള്ളത് അറേഞ്ച് ചെയ്ത് നിങ്ങൾ പറയണം. ഞാനത് വ്യത്യസ്തപ്പെട്ട ഓർഡറിലായിരിക്കും പറയുന്നത്. ഓക്കെ, ഞാൻ ചിലപ്പോൾ അവസാനം നടന്നതായിരിക്കും ആദ്യം പറയുന്നത്, അല്ല 2ാമത് നടന്നതായിരിക്കും ആദ്യമേ പറയുന്നത്. പക്ഷേ ആദ്യം ഏതാണോ സംഭവിച്ചത് എന്നുള്ളത് ക്രൊണോളജിക്കൽ ഓർഡറിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് ഈ ഗെയിം. ഐ ഹോപ്പ് ക്ലിയർ ആണെന്നുള്ളത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? Yes. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്
സോറി, എനിക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാ. ഫസ്റ്റ് വൺ, അറേഞ്ച് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഡേവിഡ്, നോവ, മോസസ്, എബ്രഹാം. ഇവരെ അവരെ ആദ്യം ആരെ കുറിച്ചാണ് മെൻഷൻ ചെയ്തേക്കുന്നത്, ആദ്യം ആരാണ് ഉണ്ടായിരുന്നത് എന്നുള്ള രീതിയിൽ arrange നോഹ, പിള്ളേര് നോഹ, പറയും. അബ്രഹാം. ഇതിപ്പോ പ്രായമുള്ളവർ തന്നെ പറഞ്ഞത് പിള്ളേർക്ക് കൂട്ടത്തിൽ It's Noah, അങ്ങോട്ട് എഴുതിക്കാൻ Abraham, Abraham, and Moses. Moses, and ഓക്കെ, David. ഒന്നും കൂടി ഞാൻ വായിക്കാം. ഡേവിഡ്, നോവ, മോസസ്, എബ്രഹാം. It's Noah, Abraham, Noah, Moses, and David. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓൾറൈറ്റ്, നമുക്ക് അത് കറക്റ്റാ. ആദ്യം നോവ, എബ്രഹാം, മോസസ്, ഡേവിഡ്. ഫസ്റ്റ് ചാൻസ് ഫോർ ദ യൂത്ത്. ഓക്കെ, പ്രായമുള്ളവര് പിന്നെ പറയാം. യാ, അതെ അതെ. ഓക്കെ, അടുത്തത് പറയുവാണ്. ക്വസ്റ്റ്യൻ 2. റെഹോബോം, ഡേവിഡ്, സോൾ, സോളമൻ. റെഹോബോം, ഡേവിഡ്, സോൾ, സോളമൻ. Saul, David, Solomon, Rehoboam. വെരി ഗുഡ്. Yeah, that is actually correct. Okay, we'll go to the next one. Now, question 3. അതിന് ഒരു ഈവൻസ് ആണ് പറയുന്നത്. കുറച്ച് ഈവൻസാ, കുറച്ച് നടന്ന സംഭവങ്ങൾ. ക്രോസിംഗ് ദ ജോർഡൻ, ക്രിയേഷൻ, ഫ്ലഡ്, ക്രോസിംഗ് ദ റെഡ് സീ. ക്രോസിംഗ് ദ ജോർഡൻ, ക്രിയേഷൻ, ഫ്ലഡ്, ക്രോസിംഗ് ദ റെഡ് സീ. ഫസ്റ്റ് ക്രിയേഷൻ. Creation, Creation, flood, then flood, Okay. crossing the Red Sea, and crossing Okay. Jordan River. All right, thank you. That was correct. Yeah. Okay, question 4. 10 Commandments, birth of Moses, Passover, burning bush. Then the copy paste ചെയ്ത് നമ്മുടെ ചാറ്റിലിട്ടാണ്. 10 Commandments, birth of Moses, Passover, burning bush. birth of Moses, burning bush, then 10 Commandments, and Passover. Okay. Any other answers? Birth of Moses, the burning bush, the Passover, crossing the Red Sea, and then the 10 Commandments. Yes, yeah. Correct. Okay. Thank you. Thanks very much. Okay, question 5. David becomes king. David and Goliath. Samuel anoints David. David spares Saul. David becomes king. David and Goliath. Samuel anoints David. David spares Saul. Could you repeat? David becomes king. David and Goliath. Samuel anoints David. David spares Saul. ചാറ്റിൽ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. David and Goliath, then Samuel anoints David. David becomes king, then David spares Saul. Okay. Yeah, one more. Samuel anoints David, David and Goliath. David becomes king, and David spares Saul. Okay. Any other answers? That's right. Yeah. Thank you. That's right. Right. We'll go to question number 6. Esther, Sarah, Deborah, Ruth. ഇവരില് ആദ്യം വരുന്നത് ആരാണ് എന്നുള്ളത് സാറ. ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മുടെ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. It is Sarah, Sarah, Deborah, Ruth, and Esther. Okay. Thank you very much. Okay, നമുക്ക് നമ്പർ 7ലേക്ക് പോകാം. എലീഷ, ജോഷുവ, സാമുവൽ, ഗിഡയൻ.
Elisha, Joshua, Samuel, Gideon. Elisha, Joshua, Samuel, Gideon. ഇത് ഇച്ചിരി ട്രിക്കിയാണോ? ഇവരില് ക്രോണോളജിക്കൽ ഓർഡറിൽ ആ സമയക്രമമായിട്ട് ആദ്യമായിട്ട് ബൈബിളിൽ തിരുവചനത്തിൽ മെൻഷൻ ചെയ്തേക്കുന്നത് അല്ലേല് യോശുവ, ഗിദയോൻ, Joshua, Gideon, Elisha, and then Samuel. യോശുവ ഗിദയോൻ കറക്റ്റാ. അത് കഴിഞ്ഞിട്ട് എലീഷ Elisha, and Samuel. Elisha and Samuel. Okay, yeah, that is correct. Okay. Number 8. Question 8 ആണ്. Pentecost, ചാമുവേല് കഴിഞ്ഞിട്ട് resurrection. എലീഷ. Yeah, thank you, Auntie. Thank you. Okay, നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Pentecost, resurrection, ascension, last supper. Pentecost, resurrection, ascension, last supper. Last Supper, Pentecost. Last Supper, Resurrection, Resurrection, Ascension, and the Pentecost. Yeah. Okay. Any other answers? It's correct. Last Supper, Resurrection, Ascension, and Pentecost. Pentecost. Okay. Thank you. All right. We'll go to question 9. John the Baptist, Jesus' baptism, wedding at Cana, crucifixion. John the Baptist, Jesus' baptism, wedding at Cana, crucifixion. Correct. Say Correct. correct. Correct order. It's John the Baptist, the wedding at Cana, crucifixion. Okay. All right. Okay. അതിനകത്ത് mistake ഒന്നുമില്ല. Okay. Thank you. All right. Last one. 10th question. Ruth, Rahab, Jochebed, and Esther. Ruth, Rahab, ബർഷേബ. Jochebed, Rahab, Ruth, and Esther. Okay, we got one answer. നമുക്ക് ഒരു ആൻസർ കിട്ടിയിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ? ബാക്കിയൊക്കെ എല്ലാരും എന്നാ പറയുന്നു? എസ്തേർ അല്ല. ആദ്യം ബത്ശേബ. Jochebed, Rahab, Ruth, and Esther. Ruth and Esther. Esther. Okay. എസ്തേർ അല്ല, ബത്ശേബയാണ്. ജൈനോഗ്രാഫി ഇത് കൊടുക്കുമ്പോൾ അതല്ലല്ലോ പറഞ്ഞത്. വംശാവലിയിൽ കൊടുക്കുമ്പോൾ ബർഷേബയാ വരുന്നത്. 4 സ്ത്രീകള് അതല്ല പറഞ്ഞു. യേശുവിന്റെ. Okay. Okay, Andy. I'll notice that. Thank you. Okay. അപ്പോൾ നമ്മുടെ താങ്ക്സ് എവ്രി വൺ. എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി താങ്ക് യു. പ്രത്യേകാൽ ഉത്തരം പറഞ്ഞ കുറച്ച് പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് ഒത്തിരി താങ്ക് യു പ്രത്യേകാൽ പറയുന്നു. ബാക്കി എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. ചാറ്റിൽ ആൻസർ അയച്ച പ്രിയപ്പെട്ടവർക്ക് ഒത്തിരി താങ്ക് യു ഉണ്ട്. നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക്സ് വെരി മച്ച്. Thank you, Godsi, for that wonderful program. It was very lively. May God continue to bless and use your talents more for His glory. Now, once again, let us prepare our hearts in worship and to listen to that wonderful and melodious music by Sister Kaylin and John to lead us with another song. Thank you. Thank
നാദനിമ്പസ്വരം ദൂരമോ വിദൂരമല്ല. ഞാൻ കാണും പ്രാണനാഥനെ ശോഭയേറും വെൺപൂരിയൽ. ഞാൻ കേൾക്കും നാദനിമ്പസ്വരം
That was indeed an melodious song by Kaylin. It uplifted our hearts. Thank you so much for that wonderful song. Once again, a very warm and heartful welcome to each one of you to Panther for the Living Word Youth Sisters Youth Meeting. In today's generation, where young hearts are surrounded by countless distractions, it is more important than ever that our children know God's Word, dedicate their talents to His glory, and grow into faithful followers of Christ. Dear friends, the most precious part of every Christian gathering is hearing the voice of God through His Word. In Hebrews 4 verse 12, it reminds us that for the Word of God is a living and active, sharper than any two-edged sword. It is our joy and privilege to welcome Sister Maju Epi from Alva, who has graciously accepted our invitation to share God's Word with us. Let us quiet our hearts, open our minds, and receive the message that the Lord has prepared for each one of us. We welcome Sister Maju Epi to share the Word of God with us. Thank you, Sharon, for the warm welcome. Greetings to you all in the worthy and precious name of our Lord and Savior Jesus Christ. എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ച പ്ലാന്റഡ് ഫോർ ദ ലിവിങ് വേർഡിലെ എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അതിലുപരിയായി കർത്താവായ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്നതിന്. ഇൻഫാക്റ്റ് ഷാരൻ, ഐ വാസ് സർപ്രൈസ്ഡ് ടു സീ യു ഹിയർ. എനിക്കറിയത്തില്ല, എനിക്ക് കുഞ്ഞിലെ മുതലേ ഷാരനെ അറിയാം. ഇവിടെ എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. ഷാരൻ ഈസ് എ ഗുഡ് സിംഗർ ടു. ആൻഡ് കേലിൻ, എനിക്ക് വാക്കുകളില്ല. പ്രൈസ് ഗോഡ് for your voice, for your dedication, and Godsi, you also did a great job. ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. I praise God for all of you, all the youths who are being used for His glory. ഇന്ന് അധികം സമയം ഇൻട്രൊഡക്ഷനിലേക്ക് കളയാതെ മുന്നോട്ട് നമുക്ക് പോകാം. പ്രിയപ്പെട്ട എൻ്റെ യുവജനങ്ങളോട് ഞാനിന്ന് വലിയൊരു പ്രസംഗിക്കുന്നതിലുപരിയായിട്ട് ഒന്നും വലിയൊരു പ്രസംഗിക്കുന്നില്ല. പക്ഷേ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ചോദ്യത്തിന് ഉത്തരം ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുകയോ ഉറക്കെ പറയുകയോ ഒന്നും വേണ്ട. പക്ഷെ നിങ്ങളുടെ ഹൃദയങ്ങളോട് നിങ്ങൾ ആ ചോദ്യം ഒന്ന് ചോദിക്കണം. ആ ചോദ്യം ഇതാണ്: ആർ യു ഇൻ കൺട്രോൾ ഓഫ് യുവർ ലൈഫ് ഓർ ഈസ് ദ വേൾഡ് കൺട്രോളിങ് യു? നിങ്ങളാണോ നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നത്, അതോ ഈ ലോകമാണോ നിങ്ങളെ നയിക്കുന്നത്? ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിക്കും അത് നിങ്ങളുടേതാണോ, അതോ ലോകത്തിൻ്റെ ശബ്ദം നിങ്ങളെ തീരുമാനിപ്പിക്കുകയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അത് ഓണസ്റ്റ്ലി നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ആ ഉത്തരം പറയാം. ആ ചോദ്യം ഒന്ന് ചോദിച്ചു നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്ന് രാവിലെ നിങ്ങൾ എഴുന്നേറ്റപ്പോൾ ആദ്യം ആരെയാണ് കണ്ടത്? മമ്മിയെയോ പപ്പയാണോ കണ്ടത്? അല്ല, മിക്കവാറും എന്തുമായിരിക്കും കണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ഫോൺ, നോട്ടിഫിക്കേഷൻ, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, സ്നാപ്ചാറ്റ് ആൻഡ് ലോട്ട് ഓഫ് തിങ്സ് അല്ലേ? ഇന്ന് പല യുവാക്കളുടെയും ദിവസം ആരംഭിക്കുന്നത് ഒരു പ്രാർത്ഥനയോടെയല്ല. ഇത് ആക്ച്വലി ഒരു സ്ക്രീനാണ് നമ്മളുടെ മുമ്പിൽ ആദ്യം വരുന്നത്. ബൈബിളോ പ്രാർത്ഥനയോ അതൊന്നും അല്ല അല്ലേ? നിങ്ങളോട് തന്നെ നിങ്ങളതൊന്ന് ചോദിച്ചു നോക്കിയാൽ മനസ്സിലാക്കും. പക്ഷേ ഇത് ഞാൻ വിമർശിക്കാൻ വേണ്ടി പറയല്ല. കാരണം ഞാനും ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം ഫോൺ ഉപയോഗിക്കുന്നതല്ല, ഫോൺ നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങുന്നതാണ്. ഇപ്പം സപ്പോസ് ഒരു ബോട്ട്, ആ ബോട്ടിൻ്റെ യൂസ് എന്താണ്? വെള്ളത്തിൻ്റെ മീതെ നമുക്ക് പോകാൻ. അപ്പം ബോട്ടിനടിയിലാണ്, ബോട്ടിന് പുറത്താണ് വെള്ളം. പക്ഷേ ഈ വെള്ളം ബോട്ടിനുള്ളിൽ കയറിയാൽ എന്തുമായിരിക്കും സംഭവിക്കുന്നത്? മനസ്സിലായെന്ന് കരുതുന്നു. ബോട്ടിൻ്റെ പുറത്ത് വെള്ളമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ വെള്ളം ബോട്ടിനുള്ളിൽ കയറിയാലോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ സ്ക്രീൻ ടൈം നോക്കിയിട്ടുണ്ടോ? 5 മണിക്കൂർ, 6 മണിക്കൂർ, 7 മണിക്കൂർ, ചിലപ്പോൾ അതിലും കൂടുതലും ആയിരിക്കാം. പക്ഷേ ഒരു ചോദ്യം, ഈ 6 മണിക്കൂറിൽ എത്ര മിനിറ്റാണ് ദൈവത്തോടൊപ്പം നിങ്ങൾ ചിലവഴിച്ചത്?
ചിലപ്പോൾ 5 മിനിറ്റ് പോലും ഇല്ല. അപ്പോൾ ചോദ്യം, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ലേ? അപ്പോൾ പറയില്ല, ഞങ്ങൾ ബിലീവേഴ്സാണ്, ഞങ്ങളുടെ വീട്ടിലെല്ലാവരും വിശ്വാസികളാണ്. ഉണ്ട്, പക്ഷേ ഒന്നാം സ്ഥാനം ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതാണ് ഇന്നത്തെ യൂത്ത്സിൻ്റെ, ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ ആത്മീയ പ്രതിസന്ധി. എന്തുവാണ്? ദൈവത്തെ നിഷേധിക്കുന്ന തലമുറയല്ല. ദൈവമുണ്ട്, ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുമുണ്ട്, പക്ഷേ ദൈവത്തെ മാറ്റിവെക്കുന്ന തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. കർത്താവെ, ഞങ്ങൾ പഠനം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ട്, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട്, കുറച്ച് സെറ്റിലായിട്ട്, ഇങ്ങനെ വിചാരിച്ചിട്ട്, അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പൂർണ്ണമായി അങ്ങേ അന്വേഷിക്കാം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നാളെ ദൈവത്തിന് കൊടുക്കാമെന്ന് പറയുന്നവർ പലപ്പോഴും ഇന്ന് ദൈവത്തിന് കൊടുക്കാറില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് മറ്റൊരു ചോദ്യം ചോദിക്കാം. ഈ മീറ്റിങ്ങിലിരിക്കുന്ന എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് അല്ലേ? ചിലർക്ക് ഡോക്ടർ ആവണം, ചിലർക്ക് എൻജിനീയർ ആവണം, ടീച്ചർ ആവണം, ബിസിനസ് തുടങ്ങണം, മിനിസ്ട്രി ചെയ്യണം, നല്ല കുടുംബം വേണം. ഇതൊന്നും തെറ്റല്ല. സ്വപ്നങ്ങൾ ദൈവം തന്നെയാണ് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വെക്കുന്നത്. പക്ഷേ ഒരു സ്വപ്നം മാത്രം മതിയോ? സ്വപ്നം ഉണ്ടാകാം, പക്ഷേ അതിനൊരു ദിശയില്ലെങ്കിൽ എന്താകും? ടാലൻ്റ് ഉണ്ടാകാം, പക്ഷേ അത് ദൈവഹിതമല്ലെങ്കിൽ. മണി ഉണ്ടാകാം, കാശ് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാകാം, പക്ഷേ സമാധാനം ഇല്ലെങ്കിലോ? റിലേഷൻഷിപ്പ് ഉണ്ടാകാം, പക്ഷേ അതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിലോ? അത് വിജയമാണോ? സപ്പോസ് നമ്മളൊരു കാർ വാങ്ങിച്ച് എന്ന് വിചാരിക്കുക, ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാർ, പവർഫുൾ എൻജിൻ, ബ്യൂട്ടിഫുൾ ഡിസൈൻ, ലേറ്റസ്റ്റ് ടെക്നോളജി, പക്ഷേ GPS ഇല്ല, നിങ്ങൾക്ക് വഴിയും അറിയത്തില്ല. അപ്പോൾ ആ കാർ നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ട്? വാഹനം നല്ലതാണ്, പക്ഷേ ഡയറക്ഷൻ ഇല്ല. പ്രിയ യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ തലമുറയുടെ പ്രശ്നം കഴിവില്ലായ്മയല്ല, നല്ലതായിട്ട് കഴിവുള്ള തലമുറയാണ്, പക്ഷേ ഡയറക്ഷൻ ഇല്ല. പക്ഷേ ഇൻഫർമേഷൻ ഉണ്ട്, പക്ഷേ അതിനകത്ത് റെവല്യൂഷൻ ഇല്ല. എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷെ അതിൽ വിസ്ഡം ഇല്ല. എൻ്റർടൈൻമെൻറ്റ് കുറേ ഉണ്ട്, പക്ഷേ ഇന്നർ പീസ് ഇല്ല. പക്ഷേ നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് കാണും, പക്ഷെ യഥാർത്ഥ ഫെലോഷിപ്പ് അതിലുണ്ടോ? ചില യുവാക്കൾ പുറമേ നല്ല ചിരിയാണ്, പക്ഷെ ഉള്ളിൽ കരയുന്നവരാണ് മിക്കവാറും ഉള്ളവർ. ഇൻസ്റ്റാഗ്രാമിൽ ഹാപ്പി ആയിട്ട് എല്ലാം കാണിക്കും, പക്ഷേ ബെഡ്റൂമിൽ ദേ ആർ ബ്രോക്കൺ. സ്റ്റാറ്റസിൽ എന്തുവാണ് സ്റ്റാറ്റസിൽ കാണിക്കുന്നത്? വി ആർ വെരി സ്ട്രോങ്, പക്ഷേ യഥാർത്ഥത്തിൽ ദേ ആർ സ്ട്രഗ്ലിങ്. എന്തുകൊണ്ട്? കാരണം ഈ ലോകം നമ്മളെ പഠിപ്പിച്ചത് എന്തുവാ? പെർഫെക്റ്റ് ഇമേജ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. പക്ഷേ ഒരു ശുദ്ധ ഹൃദയം അല്ലെങ്കിൽ ഒരു പ്യുവർ ഹാർട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന സന്ദേശം ചിലപ്പോൾ അതിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാം, ചോയ്സസ്, വെയിറ്റിംഗ്, ക്വിറ്റിംഗ്. പക്ഷെ അതിനേക്കാൾ വലിയൊരു കാര്യം, ആരാണ് നിങ്ങളുടെ ജീവിതം നയിക്കുന്നത്? നിങ്ങളാണോ? നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ ഇമോഷൻസ് ആണോ? നിങ്ങളുടെ ഫ്രണ്ട്സ് ആണോ? അതോ സോഷ്യൽ മീഡിയ ആണോ? അതോ കർത്താവായ യേശു ക്രിസ്തു ആണോ? കാരണം നിങ്ങളുടെ ജീവിതം ആരാണ് നയിക്കുന്നത് എന്നതാണ് നിങ്ങളുടെ ജീവിതം എവിടെ അവസാനിക്കും എന്ന് തീരുമാനിക്കുന്നത്. ആരാണ് നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നത് അത് തീരുമാനിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം എന്തായിരിക്കുമെന്ന്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇതുവരെ ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമോ അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിലെ സുവിശേഷകരുടെയോ ആൻറ്റിമാരുടെയോ ഒന്നും അഭിപ്രായമല്ല. ഇതിൻ്റെ ഉത്തരം 2026 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു തന്നെ തന്നിട്ടുണ്ട്. എല്ലാവരും നിങ്ങളുടെ ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം മാത്യു ചാപ്റ്റർ 6:33 വേഴ്സ് ഒന്ന് വായിക്കാമോ പെട്ടെന്ന്? മാത്യു ചാപ്റ്റർ 6:33.
മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. പ്രിയ യൂത്ത്സ് ആയിട്ടുള്ളവരെ, യുവജനങ്ങളായിട്ടുള്ളവരെ, ഈ വചനത്തിൽ മാത്രമാണ് ഇന്ന് ഞാൻ ഏറ്റവും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്തൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു. ആദ്യം. കർത്താവായ യേശുക്രിസ്തു പറയുന്നില്ല എന്നെയും അന്വേഷിക്കൂ. അവൻ പറയുന്നത് എന്താണ്? ആദ്യം എന്നെ അന്വേഷിക്കൂ. എന്തുകൊണ്ട്? കാരണം നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നത് പലപ്പോഴും തെറ്റായ കാര്യങ്ങളല്ല, ശരിയായ കാര്യങ്ങൾ തെറ്റായ സ്ഥാനത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. പഠനം തെറ്റാണോ? അല്ല. ജോലി തെറ്റാണോ? അല്ല. വിവാഹം തെറ്റാണോ? അല്ല. റിലേഷൻഷിപ്പ് തെറ്റാണോ? ദൈവഹിതത്തിലാണെങ്കിൽ അല്ല. പണം തെറ്റാണോ? അല്ല. പക്ഷേ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ദൈവത്തിൻ്റെ സ്ഥാനം കൈക്കലാക്കിയാൽ അത് അനുഗ്രഹമല്ല, അതെന്താണ്? വിഗ്രഹമായിട്ട് മാറും. ഇന്നലെ കുറച്ച് സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചു, ഇവിടെ ബൈബിൾ കോളേജിലുള്ള സ്റ്റുഡൻസ് ആണ്, മാഡം നമ്മളൊക്കെ വിശ്വാസികളാണ്, റിലേഷൻഷിപ്പ് തെറ്റാണോ എന്ന്. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് എന്ത് നമ്മൾ സംസാരിച്ചാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് തീരുമാനങ്ങൾ എന്ത് ചെയ്താലും അതിനൊക്കെ ബിഹൈൻഡ് ദാറ്റ് എന്തെങ്കിലും ഒരു റീസൺ കാണും. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഈ റിലേഷൻഷിപ്പ് എന്തുകൊണ്ട്, അതിൻ്റെ പിന്നിലുള്ള റിലേഷൻഷിപ്പ് അതിൻ്റെ ഒരു റീസൺ എന്താണ്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് വേണ്ടത്? കുറേ നല്ല റിലേഷൻഷിപ്സ് ഉണ്ട്, നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഒരിക്കലും റിലേഷൻഷിപ്പ് ആ ഒരു രീതിയിൽ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനുള്ളിൽ കൂടി, ആ റിലേഷൻഷിപ്പിൽ കൂടി നിങ്ങൾക്കുണ്ടാകുന്ന മോഹങ്ങൾ അത് പാപമാണോ ഇല്ലയോ എന്ന് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഈ റിലേഷൻഷിപ്പ് നല്ലതാണോ ഇല്ലയോ. ഷിംഷോൻ്റെ ജീവിതം ശക്തി നഷ്ടപ്പെട്ട്, ഷിംഷോൻ്റെ ജീവിതം ശക്തി നഷ്ടപ്പെട്ട യുവാവ്. ഇപ്പോൾ എല്ലാവരും ഒന്ന് ജഡ്ജസ് ചാപ്റ്റർ 14 1, 2 and 3 ഒന്ന് തുറന്ന് വായിക്കാമോ? ജഡ്ജസ്, ന്യായാധിപന്മാർ 14 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം. അനന്തരം ശിംശോൻ തിമ്നയിലേക്ക് ചെന്ന് തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടു. അവൻ വന്ന് തൻ്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു, ഞാൻ തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടിരിക്കുന്നു, അവളെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. ഇവിടെ നാം ഒരു യുവാവിനെ കാണുന്നു. അവന്റെ പേരെന്താണ്? ശിംശോൻ. അവൻ സാധാരണ ഒരു യുവാവല്ല. ജനിക്കുന്നതിന് മുമ്പേ ദൈവം അവനെ വിളിച്ചു. അവൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരെ പോലെയും തന്നെ ആയിരുന്നു. ദൈവം, ഒരു കാര്യം ഓർക്കണം, ദൈവം നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഒരു കോളിംഗ് ഉണ്ട്, ഒരു പർപ്പസ് ഉണ്ട്, ഒരു പ്ലാൻ ഉണ്ട്. പക്ഷേ ഷിംഷോൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം, അത് ആ വാക്യം വായിക്കുമ്പോൾ ഹൃദയം നടുങ്ങിപ്പോവും. എന്താണ്? അവൻ തിന്മയിലേക്ക് പോയി എന്നാണ്. അവിടെ ഒരു സ്ത്രീയെ കണ്ടു. ശ്രദ്ധിച്ചോ നിങ്ങൾ? വചനം പറയുന്നില്ല അവൻ ആദ്യം പ്രാർത്ഥിച്ചെന്ന് പറയുന്നില്ല, വചനം പറയുന്നില്ല അവൻ ദൈവത്തോട് അന്വേഷിച്ചു എന്ന് പറയുന്നില്ല. വചനം പറയുന്നത് ഇത്ര മാത്രം, അവൻ കണ്ടു, ഇഷ്ടപ്പെട്ടു, തീരുമാനിച്ചു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ഇന്നത്തെ തലമുറയുടെ അപകടം. ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രൊഫൈൽ കാണും, സംസാരം തുടങ്ങും, അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, പ്രാർത്ഥനയില്ല, കൗൺസിലിംഗ് ഇല്ല, ദൈവഹിതം അന്വേഷിക്കുന്നില്ല. കാരണം കണ്ണുകൾ ഹൃദയത്തെക്കാൾ വേഗത്തിൽ തീരുമാനമെടുക്കുകയാണ്. അതുകൊണ്ട് ബൈബിൾ പറയുന്നത് 2 Corinthians 5 and 7 verse, 2 Corinthians 5:7, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. എന്താണ് പറഞ്ഞേക്കുന്നത്? ഷിംഷോൻ കാഴ്ചയാൽ, നമുക്കൊരു ഷിംഷോൻ്റെ എക്സാമ്പിൾ എടുക്കുമ്പോൾ ഷിംഷോൻ എന്താണ് ചെയ്തത്? കാഴ്ചയാൽ നടന്നു. അതുകൊണ്ട് അവൻ വഴിതെറ്റി. ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കർത്താവേ, എനിക്കിഷ്ടപ്പെട്ട ആളെയല്ല വേണ്ടത്, അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ആളെ മതി. ഇത് പ്രാർത്ഥിക്കാൻ എളുപ്പമല്ല അല്ലേ? കാരണം നമ്മുടെ ഹൃദയത്തിന് ഇഷ്ടം വേറെയാണ്,
ദൈവത്തിൻ്റെ ഇഷ്ടം ചിലപ്പോൾ വേറെ ആയിരിക്കും. പക്ഷെ ഓർക്കുക, ദൈവം നിങ്ങൾക്ക് നല്ലത് നിഷേധിക്കുകയില്ല. അവൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് സൂക്ഷിക്കുന്നു. ഡു യു തിങ്ക് എ ഗോഡ് ക്യാൻ മേക്ക് എ മിസ്റ്റേക്ക്? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ദൈവത്തിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത്, നിങ്ങൾക്കത് റിയലി അത് നല്ലതാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരില്ലേ? നിങ്ങൾക്ക് വേണ്ടി ദോഷം ചെയ്യുന്ന ദൈവമാണോ? നിങ്ങൾക്ക് എന്ത് നല്ലതാണോ അത് ദൈവം തന്നിരിക്കും. നമ്മുടെ കാഴ്ചയിൽ അത് ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷെ ദൈവത്തിൻ്റെ കാഴ്ചയിൽ അത് നമുക്ക് നല്ലതല്ല. അതുകൊണ്ടാണ് ദൈവം അത് നമുക്ക് തരാത്തത്. അതിപ്പോൾ റിലേഷൻഷിപ്പ്, ചിലപ്പം നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? ഇത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നു? പക്ഷെ അത് താങ്ങാനുള്ള കരുത്ത് ചിലപ്പോൾ മജുവിലില്ലായിരിക്കാം, നിങ്ങളിലുണ്ടായിരിക്കാം. അതുകൊണ്ട് ദൈവം അറിഞ്ഞുകൊണ്ടേ നമുക്ക് എല്ലാം തരികയുള്ളൂ. ഓക്കെ, ആ ബേർഡൻ താങ്ങാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതിനുള്ള ഗ്രേസ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് കൊണ്ടാണ് അത് നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് ദൈവത്തോട് ചോദിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ ചോദിക്കണം. മക്കളെ, ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞതാണ്. ഞാൻ എടുത്തു ചാടി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തുടക്കത്തിലൊക്കെ വളരെ നല്ലതായിട്ട് തോന്നിയിട്ട് അവസാനം അത് കണ്ണുനീരിലേ അവസാനിച്ചിട്ടുള്ളൂ. പക്ഷെ ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന്, ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി കാത്തിരുന്ന് എന്ത് നേടിയിട്ടുണ്ടോ? ചിലപ്പോൾ അത് കിട്ടുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇതായിരുന്നോ? അങ്ങനെ നമ്മൾ കയ്യിൽ ഏറ്റുവാങ്ങിയത്, പക്ഷെ അതിൻ്റെ റിസൾട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇസ്സാക്കിൻ്റെയും ശിംഷോൻ്റെയും കാര്യം, നമുക്ക് ആ യുവാക്കളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇസ്സാക്ക് ഓടി നടന്ന് ജീവിത പങ്കാളിയെ അന്വേഷിച്ചോ? ഇല്ലല്ലോ. അവൻ്റെ പിതാവ് ദൈവത്തിൽ ആശ്രയിച്ചു, ദാസൻ പ്രാർത്ഥിച്ചു, ദൈവം വഴി നടത്തി. അപ്പോൾ റിബേക്ക വന്നു. ഒരു വശത്ത് അത് ശിംഷോൻ പറഞ്ഞു, എനിക്ക് അവളെ വേണം. മറ്റൊരു വശത്ത് ഇസ്സാക്ക് അനുസരിക്കുകയാണ് ചെയ്തത്. 2 യുവാക്കൾ, 2 തീരുമാനങ്ങൾ, 2 അവസാനങ്ങൾ. ഒരാൾ ശക്തി നഷ്ടപ്പെടുത്തി, മറ്റൊരാൾ വാഗ്ദത്തത്തിൻ്റെ അവകാശിയായിട്ട് മാറി. ഇന്നത്തെ യുവാക്കൾക്കുള്ള ചോദ്യം, നിങ്ങൾ റിലേഷൻഷിപ്പ് അന്വേഷിക്കുകയാണോ അതോ ദൈവഹിതമാണോ അന്വേഷിക്കുന്നത്? കാരണം ശരിയായ വ്യക്തിയെ കണ്ടെത്തുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് ദൈവം തയ്യാറാക്കിയ വ്യക്തിയെ സ്വീകരിക്കുന്നതാണ്. ഇന്ന് പലരും പറയുന്നത്, ഞാൻ ഇതൊക്കെ ഇത്രയും ഇതായിട്ട് പറയുന്നത്, ഞാനും എൻ്റെ വീട്ടിലും യൂത്ത് ഉണ്ട്, എൻ്റെ വീട്ടിലും യങ് ആയിട്ടുള്ളവരുണ്ട്. പല യൂത്ത്സിനെ ഡീല് ചെയ്യുന്നത് കൊണ്ടാണ്, അവർ പറയുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. പല യൂത്ത്സും എന്താണ് പറയുന്നത്? അവനെ നഷ്ടപ്പെട്ടാൽ ഞാൻ ജീവിച്ചിരിക്കില്ല. കേട്ടിട്ടില്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ സ്നേഹത്തോടെ ഒരു കാര്യം ചോദിക്കാം, നമ്മുടെ യേശു അപ്പച്ചൻ്റെ സ്നേഹം നമുക്ക് മതിയാകില്ലേ? അതിലും വലിയ സ്നേഹം ആരെങ്കിലും നിങ്ങൾക്ക് അതിലും വലിയ സ്നേഹം തരുമോ? നിങ്ങളുടെ സന്തോഷം ഒരു മനുഷ്യനിലാണെങ്കിൽ ആ മനുഷ്യൻ പോയാൽ നിങ്ങളുടെ സന്തോഷവും പോകും, അല്ലേ? ഒരു മനുഷ്യനിലാണ് നിങ്ങളുടെ സന്തോഷമെങ്കിൽ ആ മനുഷ്യൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സന്തോഷം എല്ലാം പോകും. പക്ഷേ നിങ്ങളുടെ സന്തോഷം ക്രിസ്തുവിലാണെങ്കിലോ, ലോകം മുഴുവൻ മാറിപ്പോയാലും നിങ്ങളുടെ സമാധാനം പോവുകയില്ല. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 4:11 മുതൽ 13 പൗലോസ് പറയുന്ന, ഏത് സാഹചര്യത്തിലും തൃപ്തനായിരിക്കാൻ ഞാൻ പഠിച്ചു. പ്രിയ മക്കളെ, ചിലപ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി അങ്ങ് അനുഗ്രഹിച്ചാൽ മതി. പക്ഷേ യഥാർത്ഥ പ്രാർത്ഥന എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്? കർത്താവെ ഞാൻ തീരുമാനിക്കില്ല, അങ്ങ് തീരുമാനിക്കുന്നത് ഞാൻ സ്വീകരിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇന്ന് ഈ മീറ്റിങ്ങിലിരിക്കുന്ന ചിലർക്ക് പരിശുദ്ധാത്മാവ് ഒരുപക്ഷെ പറയുന്നുണ്ടാവും, ഇനി എനിക്ക് ആ റിലേഷൻഷിപ്പ് വേണ്ട, ആ ചാറ്റ് അവസാനിപ്പിക്കണം, ആ രഹസ്യം ഉപേക്ഷിക്കണം, എൻ്റെ ദൈവത്തിന് എനിക്ക് വീണ്ടും 1-ാം സ്ഥാനം. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിന് 1-ാം സ്ഥാനമൊക്കെ കൊടുത്തിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാം തണുക്കും. അപ്പം ഈ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിന് വീണ്ടും 1-ാം സ്ഥാനം കൊടുക്കണമെന്ന് ചിലപ്പോൾ സംസാരിച്ചിരിക്കാം. സഹോദരങ്ങളെ, ദൈവം നിങ്ങളുടെ സന്തോഷം ഒരിക്കലും കവർന്നെടുക്കത്തില്ല. നിങ്ങളുടെ ഭാവി ദൈവം സംരക്ഷിക്കുകയാണ്.
പക്ഷെ ഇവിടെ ഒരു ചോദ്യം വരും, കർത്താവ് പറഞ്ഞത് ഞാൻ അനുസരിക്കും, പക്ഷെ എത്ര നാൾ കാത്തിരിക്കണം? എന്തുകൊണ്ടാണ് ദൈവം ഇത്ര വൈകുന്നത്? ഇവിടെയാണ് ഇന്നത്തെ തലമുറ പരാജയപ്പെടുന്നത്. കാരണം നാം ജീവിക്കുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് യുഗത്തിലാണ്. ഇൻസ്റ്റൻറ്റ് കോഫി, ഇൻസ്റ്റൻറ്റ് ഫുഡ്, ഇൻസ്റ്റൻറ്റ് ഫെയിം, ഇൻസ്റ്റൻറ്റ് ലവ്, ഇൻസ്റ്റൻറ്റ് സക്സസ് എന്ന സംസ്കാരത്തിലാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ദൈവം ഇൻസ്റ്റൻറ്റ് അല്ല. നിങ്ങളൊരു കാര്യം ഓർക്കണം. ഒരു ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? ഇൻസ്റ്റൻറ്റ്. ഇൻസ്റ്റൻറ്റ് കോഫി, ഇൻസ്റ്റൻറ്റ് നൂഡിൽസ്, ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ്, ഇൻസ്റ്റൻറ്റ് ഡൗൺലോഡ്, ഇൻസ്റ്റൻറ്റ് ഡെലിവറി, ഇൻസ്റ്റൻറ്റ് ഗെയിം, ഇൻസ്റ്റൻറ്റ് റിപ്ലൈ. ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് 2 മിനിറ്റ് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ എന്താണ്? കിട്ടിയില്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്? ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇട്ടിട്ട് 10 മിനിറ്റിനുള്ളിൽ വ്യൂ വന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും തുറന്നു നോക്കും. കാരണം നമ്മൾ കാത്തിരിക്കാൻ മറന്നുപോയ തലമുറയാണ്. ഈ ഇൻസ്റ്റൻറ്റ് സംസ്കാരം നമ്മുടെ ഭക്ഷണത്തിലേക്ക് മാത്രമല്ല, നമ്മുടെ വിശ്വാസത്തിലേക്കും കടന്നു വന്നിരിക്കുന്നു. ഇന്ന് യുവാക്കൾ പ്രാർത്ഥിക്കുന്നത് എന്തുവാ? ഇന്ന് യുവാക്കൾ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കും. കാരണം വീട്ടിൽ നമ്മളെല്ലാം പേരൻസ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു, പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്നൊക്കെ അറിയാം. പക്ഷേ കാത്തിരിക്കുന്നില്ല. ഉപവസിക്കുന്നുണ്ട്, ഉപവസിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് ക്ഷമയില്ല. എനിക്ക് പറ്റത്തില്ല. സഭയിൽ വരുന്നുണ്ട്, പക്ഷെ ദൈവത്തിൻ്റെ സമയം സ്വീകരിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഒരു ചോദ്യം, ദൈവവും ഇൻസ്റ്റൻ്റ് ആണോ? അല്ല. കാരണം ദൈവം ഈ മൈക്രോവേവ് പോലെ പ്രവർത്തിക്കുന്ന ദൈവമല്ല. അവന് ഒരു ഫാമറിനെ പോലെയാണ്, ഒരു കർഷകനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ്? വിത്ത് വിതച്ചാൽ എപ്പോഴെങ്കിലും നിങ്ങൾ സീഡ് ഇട്ടിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ ഉടനെ അതിൻ്റെ വിളവെടുക്കാൻ പറ്റാറുണ്ടോ? ഉടനെ ഹാർവെസ്റ്റിംഗ് വരുമോ? ഇല്ലല്ലോ. ഇവിടെ ഇതിനകത്തിരിക്കുന്നവർ പലർക്കും ആ കർഷക കുടുംബത്തിൽ അല്ലെങ്കിൽ ആ ഫാമേഴ്സ് ഉള്ള വീട്ടിൽ ഉള്ളവർ കാണും. അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും വീടിൻ്റെ മുറ്റത്തൊക്കെ, ഞങ്ങൾക്ക് ഇവിടെ ഒന്നും പറ്റാറില്ല, നാട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ചെറിയ രീതിയിൽ കൃഷിയൊക്കെ ചെയ്യുന്നവർ കാണും. അതിൽ ഒരു വിത്ത് മണ്ണിലിട്ടാൽ അടുത്ത ദിവസം അത് ചെടിയായിട്ട് നിങ്ങൾ കാണാറുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ട്? കാരണം വളർച്ചയ്ക്ക് സമയം വേണം. നാം വിത്ത് വിതയ്ക്കും, പിന്നെ മഴ വരും, സൂര്യപ്രകാശം ലഭിക്കും, വേര് വളരും, പിന്നെയാണ് ഫലം വരുന്നത്. ആത്മീയ ജീവിതവും അങ്ങനെയാണ്. ഇന്ന് പ്രാർത്ഥിച്ചു, നാളെ അത്ഭുതം സംഭവിക്കണം. ഇത് ദൈവത്തിൻ്റെ രീതി ഇങ്ങനെയല്ല. ദൈവം ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്രക്രിയയുടെ ഒരു മനുഷ്യനെയാണ്, അതിലൂടെയാണ് മനുഷ്യനെ വളർത്തുന്നത്. യോസെഫിൻ്റെ ജീവിതം എല്ലാവരും ഒന്ന് ഉൽപ്പത്തി അപ്പം വായിക്കണ്ട, ഉൽപ്പത്തി ജെനസിസ് 37 വായിക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്ക്. യോസെഫ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ദൈവത്തിൽ നിന്നായിരുന്നു. പക്ഷെ അടുത്ത ദിവസം തന്നെ യോസെഫ് സിംഹാസനത്തിലിരുന്നോ? ഇരുന്നില്ലല്ലോ. ആദ്യം യോസെഫ് എങ്ങോട്ടൊക്കെയാണ് പോയത്? കുഴിയിലേക്ക്, പിന്നെ അടിമത്തത്തിലേക്ക്, പിന്നെ ജയിലിലേക്ക്. എത്ര വർഷങ്ങൾ? ഏകദേശം 13 വർഷങ്ങൾ. ഒരു ചോദ്യം ചോദിക്കട്ടെ, യോസെഫ് ജയിലിലിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, ദൈവമേ, ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല, ഇനി വിശ്വസിക്കില്ല, ഈ സ്വപ്നമെല്ലാം വെറുതെ ആയിരുന്നു. നമ്മളങ്ങനെ പറയാറില്ലേ? ഈ സ്വപ്നം എല്ലാം വെറുതെ ആയിരുന്നു, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. അങ്ങനെ യോസെഫ് പറഞ്ഞായിരുന്നെങ്കിൽ അപ്പോൾ എന്താകുമായിരുന്നു? ഈജിപ്തിനൊരു പ്രധാനമന്ത്രി ഉണ്ടാകില്ലായിരുന്നു, ഒരു ജാതി രക്ഷിക്കപ്പെടുകയില്ലായിരുന്നു. കാത്തിരിപ്പ് ഒരിക്കലും ഒരു പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഒരിക്കലും ഒരു ശിക്ഷയല്ല. അതൊരു ട്രെയിനിങ് പ്രോസസ്സാണ്, അതൊരു പരിശീലനമാണ്. പ്രിയ മക്കളെ, ഒരു കാര്യം ഓർക്കുക, വെയിറ്റിംഗ് റൂം ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ് റൂം. വെയിറ്റിംഗ് റൂം ഈസ് എ പ്രിപ്പറേഷൻ റൂം. ദൈവം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ, ദൈവം നിങ്ങളെ കാത്തിരിപ്പിക്കുമ്പോൾ അവൻ നിങ്ങളെ മറന്നിട്ടല്ല, അവൻ നിങ്ങളെ എന്താണ് ചെയ്യുന്നത്? ഒരുക്കുകയാണ്.
യോസഫിന് സിംഹാസനം നൽകുന്നതിന് മുമ്പ് യോസഫിനെ ദൈവം വിനയം പഠിപ്പിച്ചു. അധികാരം നൽകുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? സ്വഭാവം രൂപപ്പെടുത്തി. യെശയ്യാവ് 40:31 പറയുന്നത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പ്രാപിക്കുമെന്നാണ്. ശ്രദ്ധിച്ചോ? വചനം പറയുന്നത് ഓടുന്നവർ ശക്തി പ്രാപിക്കുമെന്നല്ല, അല്ലെങ്കിൽ തിടുക്കപ്പെടുന്നവർ ശക്തി പ്രാപിക്കുമെന്നല്ല. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കാത്തിരിക്കുന്നവർ. ജസ്റ്റ് നോട്ട് ഡൗൺ ദാറ്റ് പോയിന്റ്. കാത്തിരിക്കുന്നവർ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് ലോകം എന്താണ് പറയുന്നത്? റഷ്. ദൈവം പറയുന്നു റെസ്റ്റ് ഇൻ മീ. ലോകം പറയുന്നത് എന്താ? എങ്ങനെങ്കിലും ആ കാര്യം സാധിച്ചെടുക്കും, മേക്ക് ഇറ്റ് ഹാപ്പൻ. പക്ഷെ ദൈവം പറയുന്നത് എന്തുവാണ്? ലെറ്റ് മീ ലീഡ് യു. അതുകൊണ്ടാണ് അപ്പം എന്തുകൊണ്ടാണ് നാം കൈവിടുന്നത്? പല യുവാക്കളും പലപ്പോഴായിട്ട് എന്നോടും പറഞ്ഞിട്ടുണ്ട്, മാഡം ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, ഒന്നും സംഭവിച്ചില്ല. അപ്പം ഞാൻ അവരോട് ചോദിക്കും, എത്ര നാൾ നിങ്ങൾ പ്രാർത്ഥിച്ചു? ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാനും പ്രാർത്ഥിച്ചു, ലേറ്റായിട്ട് കുറേ മറുപടികൾ ഇട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് അത് ഈസി ആയിട്ട് കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നതാ. എന്നോട് ആരും പറയുമ്പോൾ ഞാൻ, നിങ്ങൾ എത്ര നാൾ കാത്തിരുന്നു? 2 മാസം. അപ്പം എന്താണ് പറയുന്നത്? യോസഫ് 13 വർഷം കാത്തിരുന്നു. അബ്രഹാം എത്ര വർഷം കാത്തിരുന്നു? ദാവീദ് വർഷങ്ങളോളം കാത്തിരുന്നു. ഈ 2 മാസം കാത്തിരുന്നിട്ടാ ഈ നിരാശപ്പെടുന്നത്. ബൈബിൾ ഒന്ന് തുറന്നു നോക്കിക്ക്. ഈസി ആയിട്ട് ആർക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ക്ലോക്കും നമ്മുടെ വാച്ചും ഒരുപോലെയല്ല. ഗലേഷ്യൻസ് 6:9, ഗലാത്യർ 6:9 പറയുന്നത്, നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്, തക്ക സമയത്ത് നാം കൊയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തളരാതിരുന്നാൽ മതി. ഈ വചനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്ക് എന്താണ്? തക്ക സമയം. എന്താണ് തക്ക സമയം? നമുക്കിഷ്ടമുള്ള സമയമല്ല, ദൈവം നിശ്ചയിച്ച സമയം. മനസ്സിലായല്ലോ? തക്ക സമയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ഇറ്റ് മേ ടേക്ക് ടൈം. ഓക്കെ, പക്ഷെ അത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. പിന്നീട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഡോണ്ട് ക്വിറ്റ് 5 minutes ബിഫോർ യുവർ മിറക്കിൾ. ഒരു എന്തെങ്കിലും കിട്ടുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് മുമ്പ് അത് ക്വിറ്റ് ചെയ്ത് പോകാൻ പാടില്ല. ഒരു സ്വർണ്ണഖനിയുടെ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു മനുഷ്യൻ മാസങ്ങളോളം കുഴിച്ചു, ഒന്നും കിട്ടിയില്ല, നിരാശനായി. ഓക്കെ, അവൻ പിന്നെയും അവൻ എന്ത് ചെയ്തു? ആ നിരാശനായിട്ട് എന്ത് ചെയ്തു? ആ ഖനി അങ്ങ് വിറ്റു. പുതിയ ഉടമ ഒരു എൻജിനീയറിനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇനി 3 അടി കൂടി കുഴിക്കും. 3 അടി കഴിഞ്ഞപ്പോൾ അതിലെന്ത് കിട്ടി? സ്വർണം കിട്ടി. അപ്പോൾ ആദ്യത്തെ മനുഷ്യൻ കൈവിട്ടത് സ്വർണത്തിന് 3 അടി മുൻപായിരുന്നു. പ്രിയ യുവജനങ്ങളെ, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതവും അങ്ങനെയാണ്. ഒരു പരീക്ഷയിൽ തോറ്റു, ഒരു റിലേഷൻഷിപ്പ് തകർന്നു, ഒരു ഇൻ്റർവ്യൂവിന് കിട്ടിയില്ല, ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം വന്നില്ല. ഉടനെ എന്താ പറയുന്നത്? ഇനി ഞാൻ സഭയിൽ പോകത്തില്ല, ഇനി പ്രാർത്ഥിക്കുന്നുമില്ല, ഇനി ദൈവത്തിൽ വിശ്വാസമില്ല. റിയലി ഇങ്ങനെയുള്ളവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. പല യൂത്ത്സും ഇങ്ങനെയാണ്. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട്, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും, ഞാൻ നേർവഴിയിൽ നടന്നിട്ടും എനിക്കൊന്നും കിട്ടുന്നില്ല. ഇനിയിപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, സഭയിൽ വരാൻ പിന്നെ മടിയാണ്, ഇനി ദൈവത്തിൽ വിശ്വാസമില്ല. 5 മിനിറ്റ്, എനിക്കിന്നും എപ്പോഴും പറയാം, 5 മിനിറ്റ് മുമ്പ് നിങ്ങൾ കൈവിട്ട് ഒന്നും കൈവിടരുത്. നാളെ നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ ദിവസമായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഇന്ന് അത് വിട്ടിട്ട് പോകുമായിരിക്കും, പക്ഷെ ദൈവം അത് നാളത്തേക്ക് വേണ്ടി നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു വ്യക്തിപരമായ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഈ മീറ്റിങ്ങിലിരിക്കുന്ന ഒരാൾക്ക് എങ്കിലും ഇന്ന് ദൈവം പറയുന്നുണ്ടായിരിക്കും, മകനേ, മകളെ, ഞാൻ വൈകിട്ടില്ല, നീ തിടുക്കപ്പെട്ടു. ഇന്ന് ദൈവം നിങ്ങളെ വീണ്ടും കാത്തിരിക്കാൻ വിളിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ കാത്തിരുന്ന് ഇപ്പം വിഷമിക്കുന്നുണ്ടെങ്കിൽ, ബിലീവ് മീ, ദൈവം നിങ്ങൾക്കൊരു സമയം വെച്ചിട്ടുണ്ട്, ഏറ്റവും ബെസ്റ്റിന് വേണ്ടി. ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് ഞാനിവിടെ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, പലർക്കും സാക്ഷ്യങ്ങൾ കേട്ടിട്ടുള്ളവരായിരിക്കാം.
എന്നാൽ ജസ്റ്റ് പെട്ടെന്ന് പറയാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സ്കൂൾ ടൈം മുതലേ വളരെ ഇഷ്ടമായിരുന്നു ടീച്ചിങ്. ഭയങ്കര ഇഷ്ടമായിരുന്നു ടീച്ചറാവണമെന്നേ. പക്ഷേ അന്ന് ആ സമയത്തൊക്കെ എൻ്റെ പപ്പ ഒറ്റയ്ക്ക് ഡൽഹിയിൽ, പപ്പായ്ക്ക് മാത്രമേ ഡൽഹിയിൽ ജോലി ഉണ്ടായിരുന്നുള്ളൂ. ആങ്ങളെ കോഴ്സസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ എന്നെ BEdന് വിട്ട് പഠിപ്പിക്കാൻ പപ്പായ്ക്ക് പറ്റത്തില്ലായിരുന്നു. ആ സമയങ്ങളിലൊക്കെ എനിക്കതങ്ങോട്ട് മനസ്സിലാക്കാനും ആക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്നെ പപ്പ എന്തുകൊണ്ട് അത് ചെയ്യിപ്പിക്കും. മറ്റ് കോഴ്സസൊക്കെ കുറേ ചെയ്തെങ്കിലും BEdന് വിടുന്നില്ല. അപ്പം ഭയങ്കര വിഷമമായിരുന്നു. എനിക്കൊന്നും ടീച്ചറാവാൻ പറ്റുന്നില്ല, ഡൽഹിയിൽ ഒരു നല്ല ടീച്ചറായിട്ട് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് കല്യാണാലോചന വരുമ്പോൾ ഞാൻ അറിയുന്നത് എനിക്ക് പ്രപ്പോസൽ വന്ന വീട്ടിൽ അവർക്ക് സ്കൂളുണ്ടെന്നുള്ള കാര്യം. ദാറ്റ് ടൈം ഐ പ്രേസ് ഗോഡ്. എന്താണ്, ഞാൻ BEd ഇല്ലെങ്കിലും സ്വന്തം സ്കൂളാണെങ്കിൽ എനിക്ക് കയറാമല്ലോ. അപ്പം ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം, എൻ്റെ ആഗ്രഹത്തെ ദൈവം മാനിച്ചു, എന്നെ ദൈവം അവിടെ തന്നെ കൊണ്ടെത്തിച്ചു. ഇന്ന് ഞാൻ ഏറ്റവും, പലരും പറയും ഞങ്ങൾ ആഗ്രഹിച്ച് ടീച്ചറായതല്ല, മജ്ബൂരി, അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നും കിട്ടാത്തത് കൊണ്ട് ടീച്ചറായി. ഞങ്ങൾക്ക് ഇന്നും ടീച്ചിങ് ഇഷ്ടമല്ല. ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ടീച്ചേഴ്സ് അങ്ങനെ ഇന്നത്തെ ദിവസവും ടീച്ചേഴ്സ് പറഞ്ഞു ടീച്ചറാവാൻ ആഗ്രഹിച്ചിട്ടൊന്നും അല്ല കയറി. പക്ഷേ ഇന്നത്തെ കാലത്ത് ടീച്ചിങ് ലൈൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഐ റിയലി എൻജോയ് ഇറ്റ് എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ആഗ്രഹിച്ച് ടീച്ചറായതാണ്. അപ്പം ഞാൻ ആ സമയത്ത് നിരാശപ്പെട്ട് ഇനിയും വേറെ എന്തെങ്കിലും പഠിച്ച് വേറെ ജോലിയിലായിരുന്നു. എന്നാൽ ദൈവം ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ BEd പോലും ചെയ്തത്. ഓക്കെ, അപ്പോൾ കാത്തിരിപ്പിൻ്റെ ഫലം എപ്പോഴും നല്ലതായിരിക്കും. നിങ്ങൾക്ക് എപ്പോഴേലും എൻ്റെ സാക്ഷ്യങ്ങൾ കാത്തിരുന്ന ദൈവം എനിക്ക് തന്നതിൻ്റെ സാക്ഷ്യം അറിയാമെങ്കിൽ ഷീബ ആൻറ്റിയോട് ചോദിച്ചാൽ മതി. ആൻറ്റിയുടെ എൻ്റെ ടെസ്റ്റ് മണി കിടപ്പുണ്ട് പാൻറ്റത്തിൽ, അതൊന്ന് കേട്ട് നോക്കിയാൽ മതി. പല കാര്യങ്ങളും കാത്തിരുന്ന് എനിക്ക് ദൈവം തന്നതാണ്. ആൻറ്റിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട് എനിക്ക്. അപ്പം ഡോക്ടേഴ്സ് ആൻറ്റിയോട് എന്താ പറഞ്ഞതെന്നറിയാമോ? 10 വർഷം കാത്തിരുന്നാലും കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്, വളരെ വലിയ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന്. പക്ഷേ ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ 10 വർഷത്തിനുള്ളിൽ, 10 വർഷം കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ലെന്നാണ് പറഞ്ഞത്, ഈ 10 വർഷത്തിനുള്ളിൽ വിത്തൗട്ട് എനി ട്രീറ്റ്മെൻറ്റ് ആൻറ്റിക്ക് 3 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. അപ്പം കാത്തിരിപ്പിൻ്റെ റിസൾട്ട് നല്ലതാണോ മോശമാണോ? നല്ലതല്ലേ? അപ്പം കാത്തിരുന്ന് ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട യുവജനങ്ങളെ, റോങ് റിലേഷൻഷിപ്പ്, റോങ് ഡിസിഷൻസ്, ഇംപേഷ്യൻസ്, ഇവയ്ക്കെല്ലാം ഒരു മൂല കാരണമുണ്ട്. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാത്തത്. അടുത്തതായി നാം കാണാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് ആദ്യം ദൈവരാജ്യം അന്വേഷിപ്പീൻ? ആ ആദ്യം നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റുന്നു? അതായത് നമ്മുടെ അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ഓക്കെ, നമ്മൾ ചിന്തിക്കുന്നത്, ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് തെറ്റായ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒന്നുമല്ല, നമ്മൾ തീരുമാനങ്ങളെക്കുറിച്ച്, കാത്തിരിപ്പിനെ കുറിച്ചും. പക്ഷേ അതിലൊക്കെ ഒളിഞ്ഞിരുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. എൻ്റെ ജീവിതത്തിൻ്റെ, നിങ്ങളെല്ലാവർക്കും നിങ്ങളോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരാണ്? ഇപ്പം നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഒരു ചെയർ ഉണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ ഇരിക്കുന്നിടത്ത് എവിടെയെങ്കിലും ഒരു ചെയർ കാണും. ഓക്കെ, ആ ചെയറിലോട്ടൊന്ന് നോക്കിയാൽ ഇത് ഒരു സാധാരണ കസാരയല്ല. ഇത് ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒരു സിംഹാസനമാണ്. ഓക്കെ, ഈ സിംഹാസനത്തിൽ ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ കഴിയൂ. ചോദ്യം, ഇവിടെ ഇരിക്കുന്നത് ആരാണ്? നിങ്ങളുടെ സിംഹാസനമായ ആ ചെയറിൽ ആരാണ് ഇരിക്കുന്നത്? നിങ്ങളോ? നിങ്ങളുടെ റിലേഷൻഷിപ്പോ? നിങ്ങളുടെ കരിയർ, മണി, സോഷ്യൽ മീഡിയ, ഇതൊക്കെയാണോ? അതോ കർത്താവായ യേശു ക്രിസ്തു ആണോ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത്? കാരണം ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ യേശു അല്ലാതെ മറ്റെന്തെങ്കിലും ഇരിക്കുമ്പോൾ ബൈബിൾ അതിനെ എന്താണ് പറയുന്നത്? വിഗ്രഹം എന്ന് വിളിക്കുന്നു. വിഗ്രഹം എന്ന് പറഞ്ഞാൽ കല്ലോ മരമോ മാത്രമല്ല, ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന എന്തും വിഗ്രഹമാണ്. ദാനിയേൽ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുത്തു.
എന്താണ്? എല്ലാവരും ദാനിയേൽ 6:10 ഒന്ന് ഓർത്ത് നോക്കണം. 6:10 ആരെങ്കിലും ഒന്ന് വായിച്ച്. ദാനിയേൽ chapter 6 verse 10. Now when Daniel knew that the writing was signed, he went home, and in his upper room, with his windows open toward Jerusalem, he knelt down on his knees 3 times that day and prayed and gave thanks before his God, as was his custom since early days. ഒന്ന് ചിന്തിച്ചു നോക്ക്. ദാനിയേൽ ഒരു തീരുമാനം എടുത്തിരുന്നു. സാഹചര്യം മാറി, രാജാവ് മാറി, നിയമം മാറി, ഭീഷണി വന്നു, സിംഹക്കുഴി കാത്തിരുന്നു. പക്ഷേ ദാനിയേലിൻ്റെ പ്രയോറിറ്റി മാറിയില്ല. വചനം പറയുന്നു, മുൻപേ ചെയ്തിരിക്കുന്നത് പോലെ. എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടം. മുൻപേ ചെയ്തിരുന്നത് പോലെ അവൻ പ്രാർത്ഥന നിർത്തിയില്ല. ദൈവത്തിന് 2ാം സ്ഥാനം കൊടുത്തില്ല. അതുകൊണ്ടാണ് ദൈവം അവനെ ഉയർത്തിയത്. ദാനിയേൽ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുത്തപ്പോൾ ദൈവം അവനെ ഉയർത്തി. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഇന്ന് ചോദിക്കുന്നുണ്ടാവും, എനിക്ക് നല്ല ജോലി കിട്ടുമോ? ദൈവം ചോദിക്കുന്നു, എന്നെ 1ാമതായിട്ട് നീ വെക്കുന്നുണ്ടോ? നിങ്ങൾ ചോദിക്കും, എനിക്ക് ശരിയായ ജീവിത പങ്കാളിയെ കിട്ടുമോ? ദൈവം ചോദിക്കുന്നു, നിങ്ങൾ ആദ്യം എൻ്റെ മകനായും എൻ്റെ മകളായും ജീവിക്കുന്നുണ്ടോ? നിങ്ങൾ ചോദിക്കും, എൻ്റെ ഭാവി എന്താകും? ദൈവം അപ്പം നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ്? നിങ്ങളുടെ പ്രസൻറ്റ്, നിങ്ങളുടെ ഫ്യൂച്ചർ എന്താകുമെന്ന് നിങ്ങൾ ചോദിക്കുന്നു. പക്ഷേ നിങ്ങളുടെ പ്രസൻറ്റ് നിങ്ങൾ എനിക്ക് തരുന്നുണ്ടോ? യേശുക്രിസ്തു എന്തിനാണ് വന്നത്? ഇപ്പോൾ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് പറയാൻ പോകുന്നത്, ഈ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് ജീവിക്കണം എന്നല്ല എൻ്റെ ആഗ്രഹം. കാരണം സ്വന്തം ശക്തി കൊണ്ട് ആരും വിശുദ്ധ ജീവിതം ജീവിക്കാൻ കഴിയില്ല. ഓക്കെ, അതിനാണ് യേശുക്രിസ്തു വന്നത്. അപ്പം യേശു ഈ ഭൂമിയിലേക്ക് വന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഒരു മതം നൽകാൻ വേണ്ടിയാണോ? അല്ലല്ലോ, ഒരു പുതിയ ഹൃദയം നൽകാനാണ്. 2 കൊരിന്ത്യർ 5:17 പറയുന്നത്, ആകയാൽ ആരെങ്കിലും ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, ന്യൂ ക്രിയേഷൻ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശു നിങ്ങളുടെ പഴയ ജീവിതം ഒന്ന് നന്നാക്കി എടുക്കുമെന്നല്ല എഴുതിയേക്കുന്നത്, അവൻ പുതിയ ജീവിതം നൽകുന്നു. കുരിശിലേക്ക് കൊണ്ടുവരിക, നിങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാം കാൽവരി കുരിശിലേക്ക് കൊണ്ടുവരിക. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സ്ട്രഗിൾസ്, നമ്മുടെ തെറ്റായ തീരുമാനങ്ങൾക്കായി, നമ്മുടെ മറച്ചു വെച്ച പാപങ്ങൾക്കായി, നമ്മുടെ തകർന്ന റിലേഷൻഷിപ്പുകളിനായി, നമ്മുടെ കണ്ണീരിന് വേണ്ടി. ഇന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു. അതെ, പക്ഷേ നിങ്ങൾക്ക് പ്രോഡിഗൽ സണ്ണിൻ്റെ കാര്യം അറിയത്തില്ലേ? മുടിയനായ പുത്രൻ്റെ കാര്യം. മുടിയനായ പുത്രൻ വീട് വിട്ടുപോയി, സ്വന്തം തീരുമാനങ്ങൾ എടുത്തു, എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം ശൂന്യനായി. അവൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട്, അപ്പൻ്റെ വീട്ടിൽ തിരിച്ചു പോകണം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. അവൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ ആദ്യം ചോദിച്ചില്ല, പണം എവിടെ? എന്തിനാണ് പോയത്? എന്ത് ചെയ്തു നീ ആ പണം കൊണ്ട്? അപ്പൻ ഓടി വന്ന് കെട്ടിപ്പിടിക്കുക ചെയ്ത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കാരണം മാനസാന്തരപ്പെടുന്ന ഒരു മകനെ കാത്തിരിക്കുന്ന പിതാവാണ് നമ്മളുടെ ദൈവം. ഓക്കെ, പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ, ഇന്ന് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു. ഈ സന്ദേശം മുഴുവൻ കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഏത് ഭാഗത്താണ് വിരൽ വെച്ചത്? റോങ് റിലേഷൻഷിപ്പ്, റോങ് ഡിസിഷൻസ്, പ്രാർത്ഥനയില്ലാത്ത ജീവിതം, മറച്ചു വെച്ച പാപം, ദൈവത്തെക്കാൾ വലിയ പ്രയോറിറ്റി. ഇന്ന് യേശുക്രിസ്തു നിങ്ങളെ കുറ്റപ്പെടുത്താൻ വന്നിരിക്കുകയല്ല, നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങളെ വിളിക്കാനാണ് വന്നിരിക്കുന്നത്. ഈ മീറ്റിങ്ങിലിരിക്കുന്ന ആരെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടോ, കർത്താവേ
ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചു. പല തീരുമാനങ്ങളും അങ്ങയോട് ചോദിക്കാതെ എടുത്തു. പല മുറിവുകളും ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇന്ന് ഞാൻ തിരികെ വരാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു പേന കൊണ്ട് ഒരു തെറ്റായ വാചകം എഴുതിയാൽ ആ പേന നമ്മൾ ഒടിച്ചു കളയാറുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു പുതിയ പേജ് നമ്മൾ തുറക്കും. ഇന്ന് ദൈവവും അതുതന്നെയാണ് ചെയ്യുന്നത്. അവൻ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാൻ വന്നതല്ല, ഒരു പുതിയ അധ്യായം തുടങ്ങാനാണ് വന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം നിങ്ങളല്ല എഴുതേണ്ടത്, അത് യേശുവപ്പച്ചനെ ഏൽപ്പിക്കണം. കാരണം അവൻ എഴുതുന്ന കഥകൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. നിങ്ങൾ ഒന്ന് ദൈവകരങ്ങളിൽ ഒന്ന് കൊടുത്തു നോക്ക്. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഞങ്ങളുടെ പേരൻസിന് എന്തറിയാം, ഞങ്ങളുടെ കൂട്ട് നല്ല സ്കൂളുകളിൽ പഠിച്ചതാണോ ഞങ്ങളുടെ പേരൻസ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ ജനറേഷൻ ഞങ്ങൾ അതാണ്, ഞങ്ങൾ ടെക്നോളജിക്കലി ഞങ്ങൾ അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ നിങ്ങളുടെ പേരൻസ് ഔട്ട് ഓഫ് ദെയർ എക്സ്പീരിയൻസ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ അപ്പച്ചന്മാർ നിങ്ങളുടെ പേരൻസ് ഇതൊക്കെ ആദ്യമായിട്ട് ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ ഇതൊക്കെ ഇരുന്ന് നിങ്ങൾ കേൾക്കണം. ചിലപ്പോൾ പേരൻസ് നിങ്ങളോട് അതൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്കതിന് സമയമില്ല. ഒന്ന് കേട്ട് നോക്കുക. നിങ്ങളിൽ പലർക്കും അതൊക്കെ ഒരു അനുഭവമാണ്. നിങ്ങളുടെ പേരൻസ് എന്ത് സ്ട്രഗിൾ ചെയ്താണ് നിങ്ങളെ വളർത്തിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ പേരൻസ് ചെയ്ത് ഇതൊക്കെ ഒന്നിരുന്ന് കേൾക്കണം. 1-ാം സ്ഥാനം അവർ ദൈവത്തിന് കൊടുത്തപ്പോൾ ചിലപ്പോൾ ലോകപരമായ പല കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടെന്നിരിക്കാം. പക്ഷേ അവർക്ക് ലഭിച്ചത് എന്തു വലിയ നേട്ടമാണ്. അതുകൊണ്ട് കാത്തിരിപ്പിനെ ഒരു പണിഷ്മെൻ്റായിട്ട് മക്കളെ നിങ്ങൾ കാണരുത്. ഓക്കെ, ഇന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മോശമായെങ്കിലും എന്തെങ്കിലും കാരണത്തിൽ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ ദൈവം ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ മടങ്ങി വരാൻ തയ്യാറാണോ? എനിക്ക് 1-ാം സ്ഥാനം തരാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളൊന്ന് ദൈവത്തിന് 1-ാം സ്ഥാനം ഒന്ന് കൊടുത്തു നോക്കിക്കുക. ലോട്ട് ഓഫ് ബ്ലെസ്സിങ്സ് വിൽ കം ടു യു. ഇത് അനുഭവമില്ലാതെ പറയുകയല്ല. നിങ്ങൾ ശരിക്കും, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനതൊക്കെ പറയാൻ തുടങ്ങിയാൽ ചിലപ്പോൾ എനിക്ക് വാക്കുകൾ കിട്ടത്തില്ല, എൻ്റെ കണ്ണുനീര് മാത്രമേ ഒഴുകുകയുള്ളൂ. പല തീരുമാനങ്ങൾ ദൈവത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനം നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ദൈവഹിതത്തിന് വേണ്ടി കണ്ണുനീരോട് ചിലപ്പോൾ അത് വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ദൈവം എനിക്ക് തന്നപ്പോൾ ഏറ്റവും ബെസ്റ്റാണ് വന്നത്. സോ ജസ്റ്റ് എക്സ്പീരിയൻസ് ഗോഡ് ഇൻ യുവർ പേഴ്സണൽ ലൈഫ്. ഒന്നിരുന്ന് പ്രാർത്ഥിച്ചു നോക്കും. രാവിലെ എണ്ണിക്കുമ്പോൾ ഒന്നിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഫാമിലി പ്രെയർ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ പേഴ്സണൽ പ്രെയർ. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക. ഓക്കെ, ഇന്നത്തെ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ പേഷ്യൻസോടുകൂടി കേട്ടുകൊണ്ടിരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ ദൈവമക്കൾക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. Thank you so much, Sister Maju, for this wonderful message, faithfully sharing God's word with us. You taught us, you shared about us, you shared why we have to keep God first place, priority, and who is controlling our life. Is it God or something else? Let God lead your life. Let God choose what is best for you. May the truths we have heard today take deep roots in our hearts, transform our lives, and inspire us to remember our Creator in the days of our youth. May God help each one of us to live according to His word every day. As we come to the end of today's meeting, I invite Sister Persis, to lead us in the closing prayer. മോളെ ലിസി സജു. Oh, okay. Sister Nisi, for the closing prayer. താങ്ക് യു മക്കളെ. പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല ദൈവമേ, അടിയങ്ങൾക്ക് അങ്ങ് നൽകി തന്ന കർത്താവെ ഈ നല്ല സമയത്തിനായിട്ട് അവിടുത്തെ നന്ദിയുടെ ഹൃദയത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പ ഈ 20-ാമത്തെ
യൂത്ത് മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹകരമായി നടക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അവിടുന്ന് സഹായിച്ചു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിങ്ങുകളുടെ ബന്ധത്തിൽ കർത്താവെ പ്രിയമകൾ ഷാരോൻ ഇത് ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് തന്നെ അവിടുന്ന് ബലപ്പെടുത്തി സഹായിച്ചു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥ കർത്താവെ ഓപ്പണിംഗ് പ്രയർ ചെയ്യുവാൻ തക്കവണ്ണം ഫേബയ്ക്ക് വേണ്ടുന്ന കൃപകളെ ദൈവം കൊടുത്തല്ലോ. അതിനായിട്ട് നന്ദിയോട് സ്തോത്രം. പ്രിയമകളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ. അതിനുശേഷം കർത്താവെ പ്രിയമകൾക്കായി കർത്താവിനെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനുള്ള കൃപകളെ അങ്ങ് നൽകി. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തോട് കൂടി ഇരിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താവെ സ്പെഷ്യൽ പ്രോഗ്രാം ചെയ്യുവാൻ തക്കണം പ്രിയ കോഴ്സ് മോളെ അങ്ങ് സഹായിച്ചല്ലോ. അതിനായിട്ട് സ്തോത്രം. പ്രിയവൈതലിനും വേണ്ടുന്ന കൃപകളെ അവിടുന്ന് ധാരാളമായിട്ട് നൽകി കൊടുത്ത് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് കർത്താവെ പ്രിയ മജിസിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വചനത്തിൽ നിന്ന് പ്രിയ കുഞ്ഞുങ്ങൾക്കും അടിയങ്ങൾക്കും ഒക്കെ കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയല്ലോ. അതിനായിട്ട് സ്തോത്രം. കർത്താവെ പ്രിയ മകളെയും കർത്താവിന്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുമാറാകണമേ. കേട്ട വചനം അത് അടിയങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കി അങ്ങ് തീർക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ കർത്താവെ അവർ നല്ല ഡിസിഷൻ എടുക്കുവാൻ തക്കവണ്ണം അവരെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്നോർത്തും പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ മീറ്റിംഗ് ഇത്രത്തോളം അവിടുന്ന് സഹായിച്ചു. അതിനായിട്ട് സ്തോത്രം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രിയമക്കൾക്കായിട്ട് സ്തോത്രം. കർത്താവെ ഇതിന്റെ പിന്നിൽ ഒത്തിരി അധ്വാനമുണ്ട്. ദൈവമേ യുവ തലമുറകൾ ദൈവത്തിൽ പ്രയോജനപ്പെടുവാൻ, ദൈവത്തിൽ ആശ്രയിപ്പാൻ കർത്താവ് തന്നെ അവർക്ക് നല്ല സഖിയായിട്ട് നല്ല ആലോചനക്കാരനായിട്ട് അവിടുന്ന് കൂടിയിരുന്ന് കുഞ്ഞുങ്ങളെ വഴി നടത്തുമാറാകണമേ. ഈ ലോകമോഹങ്ങളിലേക്ക് ഒന്നും പെട്ടുപോയിടയാകാതെ വണ്ണം നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുത്തുകൊണ്ട് കർത്താവിന്റെ വചനപ്രകാരം ജീവിപ്പാൻ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്നോർത്തും പ്രാർത്ഥിക്കുന്നു. കർത്താവെ അടിയങ്ങൾക്ക് ഇത്രത്തോളം അടിയങ്ങളെ അങ്ങ് സഹായിച്ചല്ലോ. അതിനായിട്ട് സ്തോത്രം. തുടർന്നും കർത്താവെ യൂത്തിന്റെ എല്ലാ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളെ എല്ലാവരും അവിടുന്ന് അനുഗ്രഹിക്കണം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. കുടുംബസ്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. കർത്താവെ ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. പല സ്ഥലങ്ങളിലായിട്ട് പലയിടങ്ങളിലായിട്ട് പല ആവശ്യങ്ങളുടെ മധ്യത്തിലൊക്കെ അവരായിരിക്കുന്നു. ഇന്ന് പലർക്കും കർത്താവെ ജോയിൻ ചെയ്യുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അവർക്കൊക്കെ ദൈവമേ അവരുടെ മീറ്റിങ്ങിനുള്ള ബന്ധത്തിലും ഒക്കെ ആയിരിക്കുന്നു. എന്നാലും ദൈവം ഇത്രത്തോളം കർത്താവ് സഹായിച്ചു. ഇന്ന് ഇത്രയും പേർക്ക് ജോയിൻ ചെയ്യുവാൻ അവിടുന്ന് കൃപ ചെയ്തു. അതിനായിട്ട് സ്തോത്രം. എല്ലാം പുനഃപാതപ്പെടുത്തി സമർപ്പിച്ചുകൊണ്ട് കർത്താവ് ഇടങ്ങൾ ഇപ്പോൾ പിരിയട്ടെ. പ്രിയ ബന്ധുവായിട്ട് അവിടുന്ന് കൂടി ഇരിക്കുമാറാകണം. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ലോകത്തിന്റെ പല ഭാഗങ്ങളായിരുന്നുകൊണ്ട് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതായിക്കാട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏറ്റവും വിനയത്തോടെ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണം. സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ. Amen. On behalf of Panted for the Living Word Youth, thank you, Sister Maju Epi Joseph, for the word, Sister Kaylin for the singing, and Godsi for the special program, and Sister Feva for the opening prayer, and Persis, Lissy, sister, for the closing prayer. May we continue to remember our Creator and serve Him with our whole hearts and use every talent which is entrusted to us for His glory. Thank you all for joining us.